എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടേ. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പം നിങ്ങളെല്ലാവരും എന്നെ കാണുന്നവരാണ്, നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നവരാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ട് ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് ഒരു ഫ്രീഡം ഉണ്ട്. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, എൻ്റെ അടുത്ത് കമൻറ്റിനകത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നു, എനിക്ക് പറ്റുന്ന രീതിയിൽ റിപ്ലൈ ചെയ്യുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും കാണുന്ന ഓരോരുത്തരും എൻ്റെ ഒരു പാർട്ടായിട്ട് മാറിയേക്കുക. ഓക്കെ, അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ചെറിയൊരു ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ഒക്കെ നടക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ സമയത്ത് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനും എനിക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ എന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഫ്രീ ആണ്. എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ ഇത് പറയണം അങ്ങനെ ഒന്നും പ്ലാൻഡ് ഒന്നുമല്ല, സ്ക്രിപ്റ്റഡ് അല്ല, ഒന്നുമല്ല. ജസ്റ്റ് വരുന്ന കണക്ക് സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം PSCയുടെ ഈ ഒരു സംഭവം തുടങ്ങിയിട്ട് 100 Day ചലഞ്ചിൻ്റെ ലാസ്റ്റ് 1 മന്താണ്. അതാണ് മെയിൻ സംഭവം. നമ്മൾ ഡിസംബറിലോട്ട് കയറാൻ പോവുക. അപ്പോൾ ഡിസംബറിലോട്ട് കയറുന്നതിന് മുമ്പ് ഒരു 10 ദിവസം നമ്മളൊരു 10 Day ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും നല്ലപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒരുപാട് പേര് എനിക്ക് അതിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. പക്ഷേ നമ്മൾ 10 ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ 1-ാം തീയതി എന്നൊക്കെ പറയത്തില്ല തുടങ്ങാൻ. പക്ഷെ എനിക്ക് അതിനകത്ത് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ അതുമായിട്ട് ലിങ്ക് ചെയ്ത് എന്തെങ്കിലും പറയാനൊന്നും പറ്റിയില്ല. മനസ്സിലായി? കാരണം എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ ഇഷ്യൂ വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയ ഇഷ്യൂസും പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, ചെറുതായിട്ടൊരു കുഞ്ഞു കാര്യം. അപ്പം നമുക്ക് ഡോഗ് പട്ടി കടിച്ചു. എന്നിട്ട് അപ്പോൾ പട്ടി അടിച്ചപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ആ ദിവസം മൊത്തം അങ്ങനെ പോയി. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പ്രശ്നമൊന്നുമില്ല, ഓക്കെ, സേഫാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. കറക്റ്റ് ഞാൻ ഡിസംബർ 1 കാത്തിരിക്കുക. ഡിസംബർ 1 പൊളിക്കണം, നിങ്ങളെല്ലാവരും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ സെറ്റ് ആക്കണം, എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നേ. പക്ഷേ എനിക്ക് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, പക്ഷേ നമ്മളെ ലൈഫിൽ ഇങ്ങനെ വരും. നമ്മൾക്കിപ്പം പ്രതീക്ഷിക്കാതെ കല്യാണം, പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരും. പ്രതീക്ഷിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം അല്ല, ആരെങ്കിലും കല്യാണം, അതിന് പോകണം, പിന്നെ അല്ലെങ്കിൽ പാല് കാച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊച്ചു കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് കാണും, എന്തെങ്കിലും ഇപ്പോൾ ആർക്കെങ്കിലും വയ്യാതെ നിങ്ങളായിരിക്കും ഹോസ്പിറ്റലിൽ പോകാൻ കാണുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ, എന്തെങ്കിലും വാങ്ങിക്കാൻ പോകണം, ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണം, എല്ലാത്തിനും നമ്മളായിരിക്കും ഓടാൻ പോകുന്നത്. കാരണം നമ്മളാണ് അവൈലബിൾ. അപ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കാണും അല്ലേ. അപ്പം നമ്മളായിരിക്കും എപ്പോഴും അവളുണ്ടല്ലോ അല്ലെ അവനുണ്ടല്ലോ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പഠിക്കുന്ന നമ്മുടെ ഈ ജേണിയിൽ അവർ സപ്പോർട്ടാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കും ഒരു ഗിൽറ്റ് ഫീൽ ചെയ്യും. അയ്യോ, ഞാനത് ചെയ്ത് കൊടുത്തില്ലല്ലോ, ഞാനത് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നില്ലല്ലോ. അപ്പം നമ്മൾ ഈ കൊച്ചു കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനനുസരിച്ച് നമ്മുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കും. അത് നോർമലാണ്. ഓക്കെ, അത് നമ്മൾ ഒരുപാട് ടെൻസ്ഡ് ആവുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പിന്നെ അങ്ങോട്ടുള്ള 2-3 ദിവസം അതിനുമായിട്ട് പോയി കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് തിരിച്ച് ട്രാക്കിലോട്ട് വരാൻ നോക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും, അതല്ലേ. അപ്പം ഞാൻ അതേ കണക്ക് ട്രാക്കിലോട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ആലോചിക്കുക. നിങ്ങൾ എപ്പോൾ ഒരു സിറ്റുവേഷനിൽ ആലോചിക്കുക, ഇതിപ്പോൾ കഴിഞ്ഞ ഉടനെ എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ ട്രാക്കിലോട്ട് തിരിച്ച് പോകണം, ഇത് എൻ്റെ ട്രാക്കല്ല, എൻ്റെ ട്രാക്കിലോട്ട് തിരിച്ച് പോകണം എന്നുള്ള മൈൻഡ് സെറ്റ് എപ്പോഴും വേണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ 10 Day ചാലഞ്ച് ചെയ്തു. 1-ാം തീയതി ഫ്രഷ് തുടങ്ങാമെന്ന് വരുമ്പോഴത്തേക്കും തന്നെ ചെറിയൊരു ഇഷ്യൂ വന്നു. അതുകൊണ്ട് എൻ്റെ എല്ലാവരും താളം തെറ്റി എന്നും പറഞ്ഞ് നമ്മൾ അവിടെ അയ്യോ എല്ലാം പോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 1-ന്ന് ഫ്രഷ് ആയിട്ട്, ഇപ്പോൾ സെക്കൻഡ് ഡേ ആണെങ്കിലും മതി, എന്നാണ് തുടങ്ങുന്നത് അന്നാണ് നമ്മൾ വൃത്തിക്ക് തുടങ്ങുക. അതാണ് അങ്ങനെ 100 Day ചലഞ്ച് ഗ്രൂപ്പിൽ, ടെലിഗ്രാം ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർ അന്ന് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇന്ന് കാണുവാണെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായോ? എന്നാണ് നമ്മൾ തുടങ്ങുക, നമുക്ക് ഏറ്റവും നല്ല അനുയോജ്യമായ സമയം ആ സമയം സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? എന്ന് വെച്ചാൽ അനുയോജ്യമായ സമയം കാത്തിരുന്നിട്ട് അത് വരുമ്പോൾ തുടങ്ങണം എന്നല്ല. നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങാൻ പറ്റുമോ ഇപ്പോൾ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ സാഹചര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ തുടങ്ങുക. അതെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്യാപ്പ് വന്നു. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ 10 Day ചലഞ്ച് കഴിഞ്ഞു, നമ്മൾ ഡിസംബറിലോട്ട് എൻ്ററായി. ഈ ഡിസംബർ തൊട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഡിസംബർ 1 തൊട്ട് 31 വരെ നമുക്കൊരു 31 days ഉണ്ട്. ഈ 30 ദിവസം ലാസ്റ്റ് മന്താണ്. ഈ മന്തിൽ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തു, നമ്മളെ പ്ലാനർ സെറ്റ് ചെയ്തു, നമ്മൾ ഒരു ഹോബി സെറ്റ് ചെയ്തു, നമ്മൾ ക്ലീൻ ആക്കി ഡിസിപ്ലിൻഡ് ആയിട്ട് എല്ലാം ചെയ്ത് വെച്ചേക്കുക അല്ലേ, എല്ലാം അറേഞ്ച് ആക്കി വെച്ചേക്കുക. ഇനി നിങ്ങൾ 30 ദിവസം ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളെ റിസോഴ്സ് വെച്ച്, നിങ്ങളുടെ ടൈം ടേബിൾ വെച്ച്, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഡേ പ്ലാനർ വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? നിങ്ങൾക്ക് ആ ഒരു ഡിസിപ്ലിൻ ആക്കി വൃത്തിയാക്കി വെച്ച തുണികൾ ക്ലീൻ ആക്കി വെച്ചതും സ്പേസ് ക്ലീൻ ആക്കി വെച്ചതൊന്നും വെറുതെ ആവാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അതെല്ലാം അത് കണക്ക് തന്നെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക.
ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ 10 ഡേ നമ്മൾ ചെയ്ത കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾ ഒരിക്കലും കൊണ്ട് കളയരുത്. നമുക്ക് ഇനിയുള്ള ഈ മാസം ഇത് വെച്ച് വർക്ക് ചെയ്യാനുള്ള മാസമാണ്. എന്ന് വെച്ചാൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാവോ? നമ്മളിപ്പോൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ അല്ലേ നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ടൈം ടേബിൾ നമ്മൾ ഡേ 2, ഇന്നിപ്പം ഡേ 1 ചെയ്തോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്, നല്ല കാര്യം. ഡേ 2 അത് കണ്ടിന്യൂ ചെയ്യുക. ഡേ 2 അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്ലാനറിനകത്ത് ഡേ 2 ടിക്ക് ചെയ്യുക. മനസ്സിലായോ? ഡേ 3 അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേ 3 ടിക്ക് ചെയ്യുക. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ടൈം ടേബിൾ നമ്മൾ പ്ലാൻ ചെയ്താണെങ്കിൽ നടത്താൻ പറ്റി കാണത്തില്ല. അങ്ങനെ എന്ത് ചെയ്യുക, നമുക്കറിയാം ഓക്കെ ഇതെനിക്ക് പറ്റുന്ന കാര്യമല്ല, ഇത് ഞാൻ ഈ സ്ലോട്ട് ഇട്ടേക്കുന്നത് നടക്കുന്ന കാര്യമല്ല, അങ്ങനെയാണെങ്കിൽ എന്താ എഡിറ്റ് ചെയ്യുക. അത് എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ ഓവർ സ്ട്രെയിൻ എടുക്കേണ്ട, അതങ്ങ് ഡിലീറ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പം നമ്മുടെ ഈ ഒരു 30 ദിവസം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നമുക്കിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇന്നലെ ക്ലീൻ ആക്കിയിട്ടാ, ഇന്ന് നമ്മൾ ക്ലീൻ ആക്കി ഇട്ടുന്നില്ല, നമ്മൾ അവിടെ ഇവിടെ വലിച്ചു വാരി ഇടുന്നത്. അപ്പോൾ അതൊന്നുകൂടി ശ്രദ്ധിച്ച് ഒന്നും കൂടി ശ്രദ്ധ കൊടുത്ത് അതൊന്ന് വൃത്തിയാക്കുക. ഓക്കെ, അങ്ങനെ 30 ഡേയും നിങ്ങൾ എന്തിനാ റെക്ടിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അത് തിരുത്തി 30 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ടൈം ടേബിൾ കാണും. നമ്മൾ അത് ഫോളോ ചെയ്ത് വേണ്ടുന്ന ഒരു ബേസ് നമുക്ക് കാണും. അപ്പോൾ പിന്നെ ജനുവരി 1 നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നടത്താൻ കയറാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ആ ഫിസിക്കൽ എക്സസൈസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലൊരു ഗിൽറ്റാണ്. ഇപ്പം ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഐസ്ക്രീമോ എന്തെങ്കിലും കഴിച്ചു, അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ അയ്യോ ഇന്നലെ ഡയറ്റ് മൊത്തം പൊളിഞ്ഞ്. അപ്പോൾ എന്താ, നമുക്ക് അത് മാറ്റിയെടുക്കണമെന്ന് ഒരു തീരുമാനം കാണുമല്ലോ. അപ്പോൾ നാളെ നമ്മൾ ഐസ്ക്രീം കഴിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ എടുക്കത്തില്ല. അങ്ങനെ പതുക്കെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനുവരി 1 ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ടൈം ടേബിളും നമ്മുടെ ഈ പ്ലാനറും നമ്മുടെ ഈ ഫിസിക്കൽ എക്സസൈസും നമ്മുടെ എല്ലാ സാധനവും കൂടി ചേർത്തിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മനസ്സിലായോ? ഒരു നല്ലൊരു സിസ്റ്റത്തിൽ കൂടെ നമുക്ക് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ സിസ്റ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അത് എന്തായിരിക്കണം നിങ്ങളുടെ സിസ്റ്റം എന്ന് മനസ്സിലാക്കാനാണ് ഈ 30 ദിവസം. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടൈം ടേബിൾ അനുസരിച്ച് വർക്ക് ചെയ്യുക. വർക്ക് ചെയ്ത് കഴിഞ്ഞ് അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഗ്രീൻ ഇങ്ക് കൊണ്ട് ഒരു ടിക്ക് ഇടുക, അല്ലെങ്കിൽ ഒന്ന് റെഡ് ഇങ്ക് കൊണ്ട് ക്രോസ് ഇടുക ചെയ്തിട്ടില്ലെങ്കിൽ. അങ്ങനെ പ്ലാനിൽ കംപ്ലീറ്റ് ചെയ്യുക. ആ പ്ലാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ പ്ലാനിൽ അപ്പം നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ എന്തുമാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നു, നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമോ, ഇതെനിക്ക് മുമ്പോട്ട് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്നൊരു ഐഡിയ വരും. ക്ലിയർ ആയോ? അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് മുതൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന വീഡിയോസിലും ബാക്കിയായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ തൽക്കാലം പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് ഈ 10 ഡേ ചലഞ്ച് മുമ്പോട്ട് കൊണ്ടുപോകുക, 30 ഡേ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, നമുക്കിനി SCRT വെച്ചിട്ട് ക്ലാസ് തുടങ്ങണം. SCRT ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം, LGSൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 2 ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ അതാണ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങൾ. SCRT ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യും, LGSൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഈ 2 കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് നോക്കും. അത് കണക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളതും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ളത് അപ്ലൈ ചെയ്യുക, പഠിക്കാനുള്ളതൊക്കെ പഠിക്കുക. നമ്മുടെ മെയിൻ പ്ലാൻ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 വർഷത്തിനുള്ളിൽ ജോലി നേടിയെടുക്കണം എന്നുള്ളതാണ് നമ്മളെ പ്ലാൻ. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം നിങ്ങളിപ്പം ഒരു 28, 29, 30, 21 വയസ്സുള്ള ഒരാളായിക്കോട്ടെ, ആ വ്യക്തി നമ്മളെ ചാനലിലോട്ട് കണ്ടു, നമ്മൾ ഫോളോ ചെയ്ത് പഠിച്ചു വരുന്നുണ്ട്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരും കോൺടാക്ട് ചെയ്യുന്നില്ലല്ലോ. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് കോൺടാക്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് എന്താ, നമുക്കൊരു എനിക്ക് ഞാൻ ആ ചേച്ചിയെടുത്ത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് പറഞ്ഞിരുന്നാൽ മതി. ഞാൻ ഇത്രയും പഠിച്ചാൽ മതി. ഞാനത് നോക്കും, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ നോക്കും. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് റിപ്ലൈ കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാൻ നോക്കും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിപ്ലൈ തരും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കളയാതെ ആ ഒരു മെൻറ്റർ ഉണ്ട്, ചേച്ചി പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പഠിച്ചിരിക്കുക കേട്ടോ. എനിക്ക് ഓരോരുത്തർക്കും ഒരുപാട് സമയം തരണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് പറ്റാത്തതുകൊണ്ട്. അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കുക, ഞാൻ ഇത് എനിക്ക് റെസ്പോൺസിബിൾ ആണ്, ഞാൻ ചേച്ചി ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ എയിം. നമ്മൾ പഠിക്കുന്നത് 1 വർഷത്തിനുള്ളിൽ ജോലി മേടിക്കാൻ വേണ്ടിയിട്ടാണ്. വർഷങ്ങളോളം കളയാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. നമുക്ക് 1 വർഷത്തിനുള്ളിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ജോലി പിന്നെ വാങ്ങിയെടുത്തോളൂ, അതൊന്നും വിഷയമില്ല. നമ്മൾ ആ ജോലി കയറാൻ വേണ്ടി നമ്മൾ പഠിക്കണം. നല്ല കോമ്പറ്റീഷൻ ഉണ്ട്, നമ്മൾ അതാണ് കൺസിസ്റ്റൻ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനൊക്കെ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ കൺസിസ്റ്റൻ്റ് കീപ്പ് ചെയ്ത് പോവുക. ഇനി അതുമല്ല, നിങ്ങൾ PSC എന്ന് പറയുന്ന സംഭവം, അയ്യോ എനിക്കിനി ഒരു ലക്ഷ്യമില്ല, ഞാൻ അങ്ങ് നശിച്ചു പോയി, എനിക്കിനി അതുകൊണ്ട് എൻ്റെ ലൈഫ് തീരാൻ പോകുന്നു എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ
ചിന്തിക്കുക. നമ്മളെ ഞാൻ നിങ്ങളെ മെന്റർ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് PSC ജോലി വാങ്ങിച്ച് അവിടെ നിർത്തിയിട്ട് ഓക്കെ അത് പറ്റുന്നില്ലെങ്കിൽ ഓക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു വിടാനില്ല. അതിന്റെ അടുത്ത പരിപാടി എന്താ നമുക്ക് നോക്കാം. അതിനപ്പുറത്തോടും കാണുമല്ലോ, ലൈഫല്ലേ. ലൈഫിനകത്ത് നമുക്ക് നമ്മുടെ അവസാനത്തെ വാക്കല്ല PSC എന്ന് പറയുന്നത്. പിന്നെയും നമുക്ക് എന്തെങ്കിലും ലൈഫുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി കയറാൻ പറ്റും, അങ്ങനെ നോക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. ലൈഫ് വിൽ ഗോ ഓൺ, മനസ്സിലായോ? അപ്പൊ അതിനകത്ത് ലാസ്റ്റ് വാക്കല്ല PSC. അപ്പൊ നിങ്ങൾ പഠിക്കുക, നമുക്ക് കിട്ടിയാൽ നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ഇതേ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് ടെൻസ്ഡ് ആയിട്ടൊന്നും നിൽക്കേണ്ട. കൂൾ, നമുക്ക് ശരിയാക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ കറക്റ്റ് വാലും തലയൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ഒരു വർഷത്തിൽ നിന്ന് ജോലിക്ക് വരണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.